ഇന്നത്തെ സ്പെഷ്യലിന് വേണ്ടിയിട്ട് ഞാൻ അറബിനാട് വരെ പോയിട്ടുണ്ട്. ഇല്ല കേട്ടോ, ഇത് ഈ ഭൂഗോളത്തിൽ ഇനി ഞാൻ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഇതാണ് ചിക്കൻ മഹദൂത്ത്. എന്തായാലും പൊളി ഐറ്റമാണ് കേട്ടോ മക്കളെ, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഹെൽത്തിയാണ്. നമ്മളങ്ങനെ ചിക്കന് പൊരിച്ചെടുക്കണമൊന്നുമില്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആദ്യം നമ്മളൊരു പാൻ ചൂടാക്കി, ഇത് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുകൊണ്ട് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്രയും സാധനം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഇട്ടത് ചെറിയ ജീരകം, പെരുംജീരകം, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടത്. പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ടു. അത് ലാസ്റ്റ് റോസ്റ്റ് ആയ ശേഷം നമ്മൾ ഇട്ടാൽ മതി കേട്ടോ മല്ലിപ്പൊടി. ഫ്ലെയിം ഓഫാക്കിയ ശേഷം, അല്ലെങ്കിൽ ഫുള്ള് കരിഞ്ഞ് തരിപ്പടായി പോകും കേട്ടോ. പിന്നെ നമ്മുടെ പട്ടയുടെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലത്തെ പട്ടയുടെ ഇല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിത് പൊടിച്ച് വെക്കണം. ഇതാണ് നമ്മുടെ അറബിക് മസാല. ഈ ഒറ്റ മസാല മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, എന്തിന്, ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറൊന്ന് ചൂടായ ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇടുക. അതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 4-5 സവാള ഇടുക. എന്നിട്ട് അത് ഇളക്കുക. ഇതിൽ മിക്സ് വല്ലാണ്ട് പ്രധാനം, എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി, ഒരു 4 തക്കാളി നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. തക്കാളി വെന്ത ശേഷം നമ്മളതെടുത്തിട്ട് കുറച്ച് ഉപ്പ്, മാഗി ക്യൂബും കൂടി, പിന്നെ നമ്മുടെ അറബിക് മസാലയും കൂടി ഇതിലേക്ക് തട്ടുക. ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കിയത് മൊത്തത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാരണം 1 കിലോ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട്, മാഗി ക്യൂബ് ഇടുമ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മാഗി ക്യൂബ് തന്നെ ഉപ്പ് കുറച്ചുണ്ടാവും കേട്ടോ. എൻ്റെ മെയിൻ താരം ഇവനാണ് ചിക്കൻ. ഈ ചിക്കൻ ഇതേപോലെ നല്ലോണം വരഞ്ഞ് വെക്കണം, എന്നാലേ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കുന്നതൊക്കെ ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ വീഡിയോ ഫുൾ ഇളക്കലാണ്. പിന്നെ നമ്മളെ ക്യാരറ്റ് കുനുകുന അരിഞ്ഞത്, ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് പിന്നെ ഇളക്കുക. പിന്നെ ഇളക്കിയ ശേഷം നമ്മൾ, ഇത് ബസുമതി റൈസാണ്, 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് വെള്ളത്തിൽ. എന്നിട്ട് ഊറ്റി വെച്ചിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, അപ്പോൾ ഞാൻ 3 കപ്പാണ് എടുത്തത്. അപ്പോൾ 4.5 കപ്പ് വെള്ളം ഞാൻ ഇവിടെ തിളയ്ക്കാൻ വെച്ചിരുന്നു. ആ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് തട്ടി കൊടുത്തു. എന്നിട്ട് ഒരു വിസിൽ ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വിസിൽ പോയി കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കാൻ പറ്റുള്ളൂ കേട്ടോ, തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് തുറന്ന ശേഷം വലിയൊരു പാത്രത്തേക്ക് അങ്ങോട്ട് തട്ടുക. അടിയിൽ കുറച്ച് പിടിച്ചിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ കാട്ടി തരൂല. കുറച്ച് എങ്ങനെയായാലും കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പിടിക്കും. എന്തായാലും ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി, ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ചിലവരെ വീഡിയോയിലൊക്കെ കാണാം ഭയങ്കര റെഡ് കളറൊക്കെ കൂട്ടുണ്ടാവും. നമ്മൾ ഹെൽത്തി.